ഇന്ന് രാവിലെ ഏകദേശം 7:30 കൂടിയാണ് ഞാൻ ഈ യാത്ര തുടങ്ങിയത്. ഡിഗ്രി കോയമ്പത്തൂരാണ് പഠിച്ചത്. അന്നെല്ലാം ഈ വഴി യാത്ര ചെയ്യുമ്പോൾ ആ മഹാകാളി കോവിലിലേക്ക് നോക്കുമായിരുന്നു. എന്നെങ്കിലും ആ അമ്പലത്തിനടുത്ത് പോകണം എന്ന കാര്യം അന്നേ തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു. ഗൂഗിൾ മാപ്പ് നോക്കി പോയപ്പോൾ വഴിയൊന്ന് തെറ്റി. ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന വഴിയിലൂടെ പോയപ്പോൾ ആ കുന്നും അമ്പലവുമെല്ലാം കാണുന്നുണ്ട്. പക്ഷേ അങ്ങോട്ടേക്കുള്ള വഴിയില്ല. കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള സർവീസ് റോഡായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. ഈ പെട്രോൾ പമ്പാണ് ഇവിടുത്തെ ലാൻഡ്മാർക്ക്. പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായി സർവീസ് റോഡിൽ ചെറിയ കയറ്റത്തോടു കൂടിയ ഒരു റോഡുണ്ട്. ആ വഴിയിലൂടെ പോയാൽ ഇന്ന് തേടിപ്പോകുന്ന മഹാകാളി കോവിലിന് മുന്നിലെത്താൻ കഴിയും. ചെറിയൊരു കുന്നിന് മുകളിലാണ് ഈ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. നല്ല കാറ്റുള്ളൊരു സ്ഥലം. ഈ ആൽമരത്തിൻ്റെ കാറ്റും കൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ആ ആൽത്തറയിൽ പോയി ഇരിക്കാനാണ് തോന്നുന്നേ. ദൂരെ ഹൈവേയിൽ നിന്ന് കണ്ടപ്പോൾ ചെറിയൊരു കോവിലാണെന്നാണ് കരുതിയത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞത് അത്യാവശ്യം നല്ല വലിയൊരു കോവിൽ തന്നെയായത്. ഞാനിവിടെ വന്ന സമയം ഗേറ്റെല്ലാം അടഞ്ഞാണ് കിടക്കുന്നത്. പക്ഷേ ആൽത്തറയിൽ വിളക്ക് കത്തുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 8:30 സാധാരണ കോവിലുകളെല്ലാം 8 മണിക്ക് അടയ്ക്കാറാണ് പതിവ്. ആൽമരത്തിൻ്റെ കാറ്റും കൊണ്ടവിടെ നിൽക്കുമ്പോൾ അങ്ങ് ദൂരത്തേക്ക് നോക്കിയപ്പോൾ കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയ ഇവിടെ നിന്ന് നന്നായി കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു സ്ഥലം കുറച്ച് ഉയരത്തിൽ ഉള്ളത് കാരണമാണ് ആ ഇൻഡസ്ട്രിയൽ ഏരിയ നന്നായി കാണാൻ കഴിയുന്നത്. ഇൻഡസ്ട്രിയൽ ഏരിയ മാത്രമല്ല, ഹൈവേയും ഇവിടെ നിന്ന് വ്യക്തമായി കാണുന്നുണ്ട്. വളരെ വലിയൊരു കുന്നാണിത്. കുന്നിൻ്റെ തുടക്കത്തിലാണ് ശരിക്കും ആ കോവിലുള്ളത്. കോവിൽ നിൽക്കുന്ന സ്ഥലം കുറച്ച് സേഫായിട്ടുള്ള സ്ഥലമാണ്. മുന്നിൽ പോകുന്തോറും ചെറിയ അപകടങ്ങളെല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട്. അതുമാത്രമല്ല, ഇതൊരു ഫോറസ്റ്റ് ഏരിയ കൂടിയാണ്. അധികം മുന്നോട്ട് പോവാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കോവിലിൽ നിന്ന് ഏകദേശം 20 സ്റ്റെപ്പ് മുന്നോട്ട് എടുത്ത് നടന്നാൽ അവിടെ നിന്ന് റെയിൽവേ ട്രാക്ക് കാണാൻ കഴിയും. കാത്തിരുന്നൊരു കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരത്തിലൂടെ നെൽപ്പാടങ്ങൾക്കും മലനിരകൾക്കും ഇടയിലൂടെ കൂകിപ്പാഞ്ഞു പോകുന്ന ഒരു ട്രെയിനിൻ്റെ കാഴ്ച. ഹൈവേയിൽ പോകുമ്പോൾ മാത്രമല്ല, ട്രെയിനിൽ പോകുമ്പോഴും ഈ സ്ഥലം കണ്ടതായി ഓർക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ചുറ്റുപാടും ഫോറസ്റ്റ് ഏരിയയായ കാരണം അധികം മുകളിലേക്കൊന്നും ഞാൻ കയറിപ്പോകുന്നില്ല. കോവിലിന് അടുത്തു നിന്ന് തന്നെയാണ് ഈ കാഴ്ചകളെല്ലാം പകർത്തിയെടുക്കുന്നത്. കുറേ നല്ല പാലക്കാടൻ കാഴ്ചകളാണ് ഈ കോവിലിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നത് കാരണം ഈ പാറമണകളിലെല്ലാം നിറയെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമെല്ലാം ഇതുപോലുള്ള പാറമണകളിലാണ് ചെന്ന് വീഴുന്നത്. തെളിമയാർന്ന നല്ല തണുപ്പുള്ള വെള്ളമാണ് മുകളിൽ നിന്ന് ഒഴുകി വരുന്നത്. കഞ്ചിക്കോട് മായപ്പള്ളം എന്ന സ്ഥലത്തുള്ള മഹാകാളി കോവിൽ ഒരു മലയുടെ മുകളിലായ കാരണം വെള്ളം കെട്ടി നിൽക്കുന്ന ചെറുതും വലുതുമായ കുറേ പാറമടകൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. മഴക്കാലം കഴിഞ്ഞിട്ടും ഇവിടെ നിറയെ വെള്ളമുണ്ട്. തൊട്ടടുത്തുള്ള വീടുകളിലെല്ലാവരും കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കുമായി ഈ പാറമടയിലെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഇതെല്ലാം ഒരു നാട്ടിൻപുറത്ത് പോയാൽ സാധാരണയായി കാണാൻ കഴിയുന്ന കാഴ്ചകളാണ്. ഈ കോവിൽ സ്ഥിതി ചെയ്യുന്നതിന് തൊട്ടടുത്തായി വലിയൊരു വാട്ടർ ടാങ്ക് കൂടിയുണ്ട്. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ മായപ്പള്ളം വാട്ടർ ടാങ്ക് എന്നാണ് അതിൻ്റെ പേര് കാണാൻ കഴിഞ്ഞത്. വെസ്റ്റേൺ ഗഡ്സും അതിൻ്റെ താഴെയുള്ള കാടും നെൽപ്പാടങ്ങളും അതിനിടയിലൂടെയുള്ള ട്രാക്കും കുറച്ചുയരത്തിൽ നിന്ന് ആ പശ്ചിമഘട്ട മലനിരകളുടെ പശ്ചാത്തലത്തിൽ ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ട്രെയിൻ ഇതുവഴി കടന്നു പോകുമ്പോഴാണ് ഈ സ്ഥലം കാണാൻ കൂടുതൽ ഭംഗി. ഇതെല്ലാമാണ് ഈ വ്യൂ പോയിന്റിലെ കാഴ്ചകൾ. ഒരുപാട് മുകളിലേക്കൊന്നും കയറാൻ ഞാൻ നിന്നില്ല. മഹാകാളി കോവിലിനടുത്ത് നിന്ന് പകർത്തിയെടുത്ത കാഴ്ചകളായിരുന്നു ഇതെല്ലാം. മുകളിലേക്ക് കയറി പോകുന്നവരുണ്ട്. പക്ഷേ ഫോറസ്റ്റിൻ്റെ ഏരിയ ആയ കാരണം അങ്ങോട്ട് കയറാൻ നിന്നില്ല. ദൂരെ ഹൈവേയിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഈ കോവിൽ കാണാൻ. ആ ഭംഗി കണ്ടിട്ടാണ് ഞാൻ ഈ കോവിൽ തേടി ഇന്ന് ഇവിടെ എത്തിയത്. ചെറുതാണെങ്കിലും മല കയറേണ്ടി വരും എന്നാണ് പ്രതീക്ഷിച്ചത്. കോവിലിന് മുന്നിൽ വരെ റോഡുള്ള കാരണം ആ കയറ്റം ഒഴിവായി കിട്ടി.